കരുവന്നൂർ എട്ടുമന ഗ്രാമീണ വായനശാലയുടെ നവതി ആഘോഷമായി ഗ്രാമോത്സവം. വിഷുവിനെ വരവേറ്റ നാടിന് ആവേശമായി നൃത്തസന്ധ്യ. വിഷു തലേന്നാൾ വൈകിട്ട് വായനശാല അങ്കണത്തിലാണ് നൃത്തസന്ധ്യ അരങ്ങേറിയത്. വൈകിട്ട് 6:30 മുതൽ രാത്രി 9:30 വരെ നീണ്ടുനിന്നതായിരുന്നു നൃത്തസന്ധ്യ. വായനശാല നവതി ആഘോഷ സംഘാടക സമിതി ചെയർമാൻ PK ലോഹിതാക്ഷൻ നൃത്തസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ഈ ചടങ്ങിനെ കുറിച്ച് ആമുഖമായി അല്ലെങ്കിൽ പൂക്കാട്ടിലും എന്തുകൊണ്ടാണ് ഇത് സംഘടിപ്പിക്കപ്പെടുന്നതിൻ്റെ വായനശാലയുടെ പ്രസിഡന്റും നമുക്ക് ഏറെ പ്രിയങ്കരനുമായ മനോജ് സൂചിപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ പ്രതിപാദിക്കുന്നില്ല. ഇവിടെ നമ്മുടെ ഈ കൂട്ടായ്മ വിഷു തലേന്ന് നമ്മൾ വിളവിൻ്റെ ഉത്സവം അതൊരു കൂട്ടായ്മയുടെ ഉത്സവമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അത് വലിയ ഒരു സംഭവം തന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കാനും പരസ്പരം കാണാനും അവരൊന്ന് കൈകോർക്കാനും നമുക്ക് കിട്ടുന്ന അവസരമാണിത്. അത് ശരിക്കും ഈ പ്രദേശത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇത് നല്ല ഒരു സംരംഭമാണ്, ഇതൊരു നല്ല തുടക്കമാണ്. അത് നമുക്ക് ദീർഘകാലങ്ങൾ കൊണ്ടുപോകാൻ ഈ വായനശാലയുടെ ആയുസ് പോലെ തന്നെ പറഞ്ഞല്ലോ മനോജ്, 90 വർഷം പിന്നിടാന്ന്. അതുപോലെ തന്നെ ഇത് നമുക്കിങ്ങനെ നൂറ്റാണ്ടുകളുടെ ചരിത്രമായി ഈ സംഭവങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിനുള്ള മനസ്സ് പുതിയ തലമുറയ്ക്കുണ്ടാവണം. അത് വലിയൊരു സംഭവമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ഇവിടെ അധ്യക്ഷനായ സമിതി പ്രസിഡന്റ് KS മനോജ്, സെക്രട്ടറി അനിൽ പൂക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. വീരനാട്യം, തിരുവാതിരക്കളി എന്നിവ നൃത്തസന്ധ്യയ്ക്ക് ആവേശം പകർന്നു. ചേർപ്പ് മേക്കാവിലമ്മ, സ്വസ്തിക, വീരനാട്യം മുത്തുള്ളിയാൽ എന്നീ ടീമുകളാണ് നൃത്തസന്ധ്യയിൽ പങ്കെടുത്തത്.